എന്തുവാ എടാ പിള്ളേരെ, ഏറ്റവും കണേട്ടന് ഇഷ്ടമേ അല്ലാത്ത ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് രാവിലെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് റോസ്റ്റഡ് റവയാണ്, പക്ഷെ എന്നാലും ഞാൻ റവ കുറച്ച് ഒന്ന് ഇതുണ്ട് വെളുത്തിരിക്കുന്നുണ്ട്. ഇത് റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് മതി, കാരണം ഇവിടെ ഉപ്പുമാവ് അങ്ങനെ പോത്തില്ല. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു ചട്ടി അടുപ്പ് വെച്ച് നന്നായി ചൂടാക്കി വറക്കാം. നന്നായി വറുത്ത് കോരിയിട്ട് വരാവേ. നമ്മുടെ റവ മൂത്തു. മൂത്തെന്നുള്ള തെളിവാണ് ഇത് അടിവശം കരിഞ്ഞു വരുന്നു. മൂത്ത് കരിച്ചു. അതാണ് നമ്മളെ ഇത്. നമ്മൾ എന്തെങ്കിലും അത്ര ഇതാ റവ മൂത്ത്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലൂടെ തട്ടി കൊടുക്കാം. അത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചട്ടിയും ഞങ്ങളും ഓൾഡാണ്. അതുകൊണ്ട് ഇനി ഇതിന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് കൊമ്പത്താഴത്തെ മാണിക്കുഞ്ഞിൻ്റെ മക്കളൊന്നും വരരുത്. നമ്മൾ സാധാരണക്കാരാണ്, നമ്മളും പഴയതാ, നമ്മുടെ പാത്രങ്ങളും പഴയതാ, പഴഞ്ചനാണ്, നാട്ടുപുറത്തുകാരാണ്. ഓക്കെ, അപ്പോൾ പാൻ അടുപ്പ വെച്ചു. താണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അറിയോ? ഫസ്റ്റ് കടുകല്ല, ഉഴുന്ന്. എന്താ പോലും അവാർഡ് പടം പോലെ ഇതിൽ സംസാരിക്കണി പോച്ചേ. ഉഴുന്നിട്ടു. അപ്പൊ ഉഴുന്നൊന്ന് മൂക്കട്ടെ. ഉഴുന്നിട്ട് നമ്മൾ കേട്ടോ. പൊന്നൂസ് ഈ പാചകത്തെ കയറി ഇരുന്ന് വീഡിയോ പിടിക്കുന്നതാണ്. പൊന്നൂസിന് പാചക വീഡിയോ എന്ന് കേൾക്കുമ്പോൾ മടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ലൈവ് നടക്കുന്നിടത്ത് പോയി പാചകം ചെയ്യണേ അവിടെ. അപ്പൊ ഗ്യാസ് ഊറ്റി സ്റ്റൗ എല്ലാം അത് കാരണമാണ്. അപ്പൊ ഉഴുന്നിട്ടു. ഉഴുന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുവാണ്, കരിയരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സ്പീഡ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. കടുകിട്ടു. കടുക് മൂത്തപ്പം എന്ത് മണം വന്നു? പപ്പടം പൊരിഞ്ഞ മണം വന്നു. കൃഷ്ണമണിയിലെല്ലാം എണ്ണ വീണു. ഇനി നമുക്ക് രണ്ട് കറിവേപ്പില ഇട്ടു. 3-4 പച്ചമുളക് പീസ് ഇട്ടു. പൊട്ടിത്തെറിക്കുന്ന വല്ലതും ഉണ്ടോ? ഇളക്കി. ചിലപ്പോൾ മുളക് പൊട്ടിത്തെറിക്കാം. ചില അടിയന്തര ഘട്ടങ്ങളിൽ മുളക് കണ്ണട്ടം പോയി ഓട്ടങ്ങൾ. ചില അടിയന്തര ഘട്ടങ്ങളിൽ മുളക് പൊട്ടിത്തെറിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉഴുന്ന് മൂപ്പിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഉണക്കമുളക് ഇട്ടു. എന്നിട്ടിനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളി അരിയേണ്ടത്. സമയം 11 അപ്പം ഞാൻ സവോള വാരിയിട്ടു. സമയം കുറേ ആയി, എനിക്കൊന്നും വയ്യ പോകുള്ളത്. ഞാൻ എല്ലാം എളുപ്പവഴി കണ്ടു പോകുന്നു. ഇഞ്ചി ഒന്ന് എടുത്ത് കാണിച്ചോ. ഇഞ്ചി കാണുന്നില്ല. അതെ, ഇഞ്ചി പച്ചമുളകും ഞാൻ കൈയുള്ളൂ. ഇഞ്ചിയും പച്ചമുളകും എൻ്റെ കയ്യിലെല്ലാം ചൂട്ടക്കാരി നോക്കണ്ട. ഇഞ്ചിയും പച്ചമുളകും ഉള്ളി, കൊച്ചുള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇടുവേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉപ്പുമാവ് വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല. ഒരു ശകല ഉപ്പോടി ഇട്ടു. എന്തിനാണെന്നറിയോ? സവോളയല്ലേ വെട്ടിക്കളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇടിവിട്ട് നോച്ചേ. എന്തോ ആരോണ്ടോ പറഞ്ഞു കൊടുത്തു ഇടിയോട്ട് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് വരാതിട്ട പോന്നു പറ. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉഴുന്ന് വറുത്തു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും ഉണക്കമുളകും ഇട്ട് നമ്മൾ മൂപ്പിക്കുവാണ്. ഇതാണല്ലോ പിള്ളേരെ. ഇതിനകത്തോട്ട് നോക്കിയേ, ഏത് ഐറ്റത്തേക്കാൾ കൂടുതൽ എന്നാണ് നിങ്ങളിതിൽ കാണുന്നത്? കറിവേപ്പില. കറിവേപ്പില വാങ്ങാൻ വേണ്ടി മാത്രം പച്ചക്കറി വാങ്ങുന്ന ആരാണെന്ന് ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം, ഞങ്ങളുടെ പോരാളിയാണ്. കറിവേപ്പില ഉണ്ടല്ലോ ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നത്. കാരണം
എനിക്ക് ഏത് സാധനം ഉണ്ടാക്കിയാലും കറിവേപ്പിലയുടെ ഒരു മണം, അതൊന്നൊന്നര മണമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതെല്ലാം മൂത്തു. ഞാൻ ഇതാണ് പറഞ്ഞത് കപ്പ്. ഇത് കണ്ടോ, 1/2 കിലോ റവ വാങ്ങിക്കുമ്പോൾ ഇതിന് 1 പാത്രം കപ്പ് വെള്ളം ഈ അളവിൽ ഒഴിക്കണം. ഇത് വേറെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും സെറ്റാവാത്തതുകൊണ്ട് ഞാനിത് കളയാതെ വെച്ചിരിക്കും ഈ പാത്രം. ഇപ്പോൾ കുറച്ചേ എടുത്തുള്ളതുകൊണ്ട് പകുതി വെള്ളം എടുത്തിട്ടുള്ള ഒഴിച്ചു. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അരപ്പാത്രം വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഉപ്പിട്ടാണ് ഇളക്കിയത്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഈ വെള്ളത്തിന് വേണം. കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ, ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് നന്നായി വെട്ടിത്തിളച്ച് കഴിയുമ്പോഴാണ് ഭഗവാനറിയാം ഇത് കൊഴുക്കട്ടയാവോ ഉപ്പുമാവോ എന്ന്. ഇവരുടെ വയറ്റുഭാഗ്യം പോലിരിക്കും. ഉണ്ടേം വെള്ളവും മിക്കവാറും ആദ്യമൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ കണ്ണോട്ടന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി റവ വാങ്ങിച്ചോണ്ട് വരും. ഈ പാക്കറ്റ് റവയ്ക്ക് 3 കൊഴുക്കട്ടയായിരിക്കും. കാരണം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ സെറ്റാകത്തില്ല. അവസാനം ഞാൻ പരീക്ഷിച്ചാണ് ഈ കപ്പിൻ്റെ വെള്ളത്തിൻ്റെ അളവും പെറുക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ ഞാനിപ്പോൾ എക്സ്പേർട്ടായി. ഇനി നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരേണ്ടത് കൊണ്ട് ഇടി വെട്ടുന്നു. ലോകാവസാനം തോന്നുന്നു എന്തരാവുമെന്തോ. ഇത് തിളക്കട്ടെ. തിളക്കര പിള്ളേരെ വരുന്നു. ആഹാ, ഈ വെള്ളവും സഹകരിച്ചടി. ഇതാ നന്നായി വെട്ടിത്തിളച്ചു. അപ്പം ഇനി എന്താ ചെയ്യണ്ടേ, നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവ ഇതിനകത്തേക്ക് തട്ടണം. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ 1/2 കിലോ റവയ്ക്ക് 1 കപ്പ് വെള്ളം. ഇത് ഞാൻ എത്ര ഇതിനകത്ത് റവ വറുത്തു എന്ന് എനിക്കറിയില്ല. പകുതി കൂടുതൽ ഞാൻ ഇതിനകത്ത് കുടഞ്ഞിട്ടു. എന്നിട്ട് 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കട്ടയാവോ നനയുവോ തമ്പുരാൻ അറിയാം. നോക്കാം. കൂടിപ്പോയി. ഉണ്ട മതിയോ? റവയുണ്ട അതോ പായസം? സൂപ്പാ, റവ സൂപ്പ്. പുതിയ ഐറ്റമാ. ആരാണ്ട് പറഞ്ഞില്ലേ വെറൈറ്റി കണ്ടുപിടിക്കാണോന്ന്. വെറൈറ്റി പിള്ളേരെ കയ്യിൽ നിന്ന് പോയോടാ. കൊച്ചുങ്ങളെ പെൺപിള്ളേരെ ഓടി വേണി. അച്ഛനെയാ വരുന്നത് എപ്പോഴും എന്നെ സഹായിക്കാം. മാമണ്ണേ വേണ്ട ചേച്ചി, ഞാൻ വരട്ടെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനും ചോദിക്കും. വാ ഇവിടെ ഓടി വാ. കൈയിട്ട് ഉരുട്ടിയാലോ? ഉണ്ടാതെ ഇനി എനിക്ക് വേറൊരു പരീക്ഷണം നടത്താൻ സമയമില്ല. കാരണം മണി 11 കഴിഞ്ഞേ. രാവിലെ 2-3 വീഡിയോ പിടിച്ചു. എന്താ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ പോലെ അമ്മ ഷോ കളിക്കണേ. ഞാൻ അറിയത്തില്ലല്ലോ, അങ്ങ് അറിയാതെ പോലെ കാണിക്കണം. കയ്യിന്ന് പോയി നിൽക്കുമ്പോൾ അവളുടെ ഒരു ഷോ. അതാ പറഞ്ഞ പുതിയ ഐറ്റം. അതേ രീതിയിലുള്ള റവ പായസം. ഇങ്ങനെ ഓടി. ഇത് ഞാനാണോ കൈ വെച്ചത് എങ്കിൽ ഞാനിത് 2-1 കണ്ടിട്ടേ പോകും. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം പോരാളിക്കില്ല. അനുചേച്ചിയേ ഇത് കണ്ടോ? ഞങ്ങളുടെ പേര് വിളിച്ചില്ലേന്ന് ആരും പരാതി പറയില്ല. എല്ലാ മനുഷ്യരെയും വിളിച്ചിരിക്കും. അതെ. അമ്മു ഈ സമയം ഉപ്പുമാവ് ഇഷ്ടമായിരിക്കുവോ? അമ്മു ഗോതമ്പ് ദോശ. അമ്മു മോനെ ഉപ്പുമാവിന്റെ മണം അടിച്ചോ? ബാ സമയം തരാം മക്കൾക്ക്. നല്ല ചൂട്. സെറ്റായി. പക്ഷെ ഇത് പൊടിപൊടാന്നിരിക്കേണ്ടതാണ്. ഇത് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അത് ശരിയാണ്. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ തേങ്ങാപ്പീര ചിരണ്ടി വെച്ചായിരുന്നേ. അപ്പോൾ ഉപ്പുമാവ് ഉപ്പുമാവായെന്ന് തോന്നുന്നു. അതിനകത്ത് തേങ്ങാപ്പീര ഇട്ട്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? മോനിഷേ ഉപ്പുമാവാണോ ഇത്?
ഷൈനിയെ കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു അല്ലേ? എന്ത് പാടി ഷൈനി ഇത്? അപ്പോ അമ്മുവും മാളൂട്ടിയും വൈഗമോനും ഹൈഡ്രയും ചീബും ഷസ്നയും എല്ലാരും പാത്രം എടുത്തോ കൂടെ നിരന്ന് നിന്നേ. രാധികേ ബാ നിരന്ന് നിൽക്കാൻ. ഇവിടെ അടുത്തൊരു സാധനം ഇരിക്കുന്നത്. പാത്രം എടുക്കാൻ പോയിട്ട് നോക്കി നിൽക്കാൻ പോലും പറയും. അവര് വരുന്നതിനിപ്പുറം നീ ഇത് കാര്യമാക്കും. അതുകൊണ്ടാണ് അവരോട് വേഗം വരാൻ പറഞ്ഞത്. നോക്കണം പിള്ളേരെ, കണ്ടിട്ടൊരു ചന്തമൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ചന്തമാണ് കൊള്ളാം, സെറ്റാണ് കേട്ടോ. അങ്ങനെ മീൻകാരനെ വിളിച്ചോണ്ട് ആരോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ എടുക്കുക. അതിലല്ലേ ഇതിലൂത്. എന്തോ തൂങ്ങി കിടക്കുന്നേ? സവാള കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടോ നോക്കണം. നോക്കൂ. நான் தான் பவழமல்லி எப்படி கண்டுபிடிச்சிங்க? ஓ கண்ணுதா. പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. അങ്ങനെ മക്കളെ, നമ്മുടെ ഉപ്പുമാവ് വിജയിച്ചിരിക്കുന്നു. നല്ല സെറ്റ് ഉപ്പുമാവ്. അപ്പം ഇതിന് കടലക്കറി കൂട്ടിയോ നല്ല പഴം കൂട്ടിയോ കഴിക്കാം. പക്ഷെ ഞാനിതിന് എന്ത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ അടച്ചു വെച്ചു. 1 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. കാപ്പി ഉണ്ടാക്കാം. ഉപ്പുമാവ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ കാപ്പിക്ക് വെള്ളം വെച്ച് കേട്ടോ. സത്യം പറഞ്ഞാലേ നിങ്ങളൊക്കെ വീഡിയോ ഇടുന്ന് പറയുമ്പോൾ ദൈവത്തിനാണ് ഞാൻ വീഡിയോ ഇടാൻ മടിക്കുന്നതെന്നറിയാവോ? ഈ പാത്രങ്ങളൊക്കെ ഒരു 10-18 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള പാത്രമാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ജോജോ സ്റ്റൈല് പാത്രങ്ങളൊന്നുമല്ല ഇത്. ഇതൊക്കെ ഞങ്ങളെപ്പോലെ പഴഞ്ചൻ ആളാണ്. നോക്ക്, 18 വർഷമായ ചായപാത്രമാണിത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കുക്കിംഗ് വീഡിയോകളൊന്നും ഇടാത്തത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഹോട്ടലിൽ പോയാൽ ഒരു ചിക്കൻ ബിരിയാണി, ചിലപ്പോൾ ഒരു ചോറ്, അല്ലെങ്കിൽ ഒരു പൊറോട്ട ബീഫ് കറി, അതും മാസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ കഴിക്കാറുള്ളൂ. അങ്ങനെ അനാവത്തായിട്ടൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല, പിശുക്കിന്റെ കൂട്ടത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞ് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കി വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കണം, എന്നിട്ട് വീഡിയോ എടുക്കണം. ഞാൻ അതും കൂടെ നെഞ്ചത്തോട്ട് വെക്കണേ. അപ്പോൾ ഇതേ ഞാൻ ഇങ്ങനെയാണ് കാപ്പി നിൽക്കുന്നത്. വെള്ളം വെച്ചു. നമുക്ക് ബാക്കി ഞാൻ കാണിച്ചു തരാൻ വരുവാ. വെള്ളം ഞാൻ വെച്ചു കാപ്പി നട്ടാൻ. എന്നിട്ട് ഞാൻ ഏലക്ക, എന്തോ ഈ ഏലക്ക ഇന്ന് കടിച്ചു പറയോ ഏലക്ക ഇതുകൊണ്ട് കട്ടൻ കാപ്പിയാണ് എന്താവേ. അപ്പോൾ 2-3 സാധാരണ ഏലക്കയും ജീരകവും ഒക്കെ പൊടിച്ചിടുന്നതാ. മിനിഞ്ഞാന്നാ കാപ്പൊടി വാങ്ങിച്ചത്. സമയം കിട്ടിയില്ലടോ മക്കളെ. അപ്പോൾ ഒരു 2 ഏലക്ക തരി ഞാൻ അതിനകത്തിട്ടു. പുരുഷന്മാരെല്ലാം കാണുക, കാപ്പി അതിനകത്ത് അറിയാത്ത പുരുഷന്മാരെല്ലാം കാണും. എന്നിട്ട് പഞ്ചസാര. ഇവിടെ ഞാനിപ്പം വണ്ണം കുറയ്ക്കാൻ പോകുന്ന കാരണം മധുരം തീരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പഞ്ചസാര ഇട്ടു. ഇനി ഇത് നന്നായി ഒന്ന് വെട്ടിത്തിളക്കട്ടെ. ഇതൊക്കെ കണ്ടോ, ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച പാത്രങ്ങളാണ് കേട്ടോ. കാപ്പിപ്പൊടി പാത്രം, പഞ്ചസാര പാത്രം. എടാ, നമ്മൾ കാശ് കൊടുത്തൊരു പ്ലാസ്റ്റിക് പാത്രം വാങ്ങിച്ചാൽ അതിൻ്റെ പൂക്കളും കായ്ക്കളും പോയാൽ അത് ഭംഗിയില്ല. അപ്പോൾ എവിടെ നഷ്ടമല്ലേ? നമുക്ക് നഷ്ടമാണോ? നഷ്ടമാണ്. ഇത് കാശ് കൊടുത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഐസ്ക്രീമിനേക്കാൾ വില കൊടുക്കണം. ഈ പെട്ടിക്കുണ കൂട്ടിയല്ലേ കൊടുത്തിരിക്കുന്നത്. തിന്നു കഴിഞ്ഞെടുത്ത് വലിച്ചെറിയാൻ പറ്റുമോ? അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കാപ്പിപ്പൊടി ഇട്ടു, ഇതിനകത്ത് ഞാൻ പഞ്ചാര ഇട്ടു. ഉണ്ടോ? അപ്പം ഇത് നന്നായി വെട്ടി തിളച്ചു. ഏലക്കയുടെ ഇത് സ്വാദും പഞ്ചസാരയെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിനകത്ത് മെൽറ്റായി. ഇനിയാണ് സ്വർണത്തേക്കാൾ വിലയുള്ള ഐറ്റം. കറുപ്പ് കളറിൽ കറുത്തൊരു സാധനം, കറുത്ത സ്വർണം. ഇതാണ് ബ്ലാക്ക് ഗോൾഡ്. വികാരമാണ് കേട്ടോ ഈ മണം. നല്ല മൂക്കിൽ വലിച്ചു കയറ്റു.
തനി നാടൻ കാപ്പിപ്പൊടി. ഇനി തുമ്മു. അപ്പം കാപ്പിപ്പൊടിയാണ് കേട്ടോ. വെള്ളം തിളച്ചു. അപ്പം തീ കുറച്ച് വെക്കുക. കാപ്പിപ്പൊടി കിട്ടും. ഇവിടെ പൊതുവെ നമുക്ക് കടുപ്പം വേണം. വെട്ടി തിളക്കട്ടെ. നല്ല രീതിയിൽ വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ. കണ്ടോ, തിളക്കട്ടെ. മധുരം കുറച്ചായതുകൊണ്ട് ഒരുപാട് കടുപ്പം ഇട്ടാൽ കഴിക്കും. മണം വന്നോ? മണം ആരോടാ? അമ്മോടല്ല. മണം വന്നോ ഗൈസ്? നീ ഊതി ഊതി കുടിച്ചോ. ഇങ്ങനൊക്കെ സംസാരിച്ചാൽ മതിയോമേ? നീ ഭയങ്കര സൈലന്റ് ആവുന്നു. ഇങ്ങനല്ല ലൈവിൽ ഞാൻ വയലന്റാ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കാപ്പി തിളച്ച് ഒന്ന് തീ കൂട്ടി ഒന്നും കൂടെ തിളപ്പിക്കാം. തിളച്ചു. എനിക്കറിയത്തില്ല, എന്നെ അഡിക്റ്റ് ആക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. സെറ്റ്. അപ്പം കാപ്പി തിളച്ചു. തീ നിർത്തി. നല്ല സെറ്റ് ഉപ്പുമാവ് കണ്ടോ. ആഹാ, ഇത് തുറന്നപ്പോൾ നല്ല പപ്പടം പൊട്ടിച്ചിട്ട മണം വന്നു. കണ്ടോ, നല്ല ഉപ്പുമാവ്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. ആദ്യം തന്നെ മെയിൻ ഐറ്റമായ കാപ്പി ഇതുണ്ട് ഇങ്ങോട്ട് അരിച്ചൊഴിക്കാം. കാരണം നമ്മൾ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടി അല്ലാത്തത് കൊണ്ട്, സ്വയമേ ചെയ്തതല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതിനകത്ത് എന്നതാ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ വെള്ളം ആയിട്ട് കുടിക്കുന്നതല്ലേ. അപ്പോൾ എപ്പോൾ നിങ്ങൾ കാപ്പി നട്ടിയാലും അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. നമ്മുടെ ഉപ്പുമാവ് ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലേലും സെറ്റാണ്. നോക്കാം, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പാത്രത്തിലോട്ട് ഇട്ട് തിന്നുക. എനിക്കിഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ്. ടൂണ് പോരാ, നല്ല ടൂണുണ്ട്. ഇതല്ലേ ഉപ്പുമാവ് എടുത്തു. ഡെക്കറേഷൻ ചെയ്യാടി, ഡെക്കറേഷൻ ചെയ്യാം. ഇതെല്ലാം തിന്നണേ. അങ്ങനെ കരയേണ്ടി വരും അവസാനം. അപ്പോ ഡബിളാറെ ഉപ്പുമാവും കട്ടണം. അപ്പോൾ ഇതോടെ ഇത് അവസാനിക്കുകയാണ്. അതെ, വാ കഴിക്കാം. കഴിക്കുന്ന വേറെ എടുത്താൽ മതി. ഇനി അത് കഴിക്കുന്നില്ല. 20 മിനിറ്റ് ആയി. അങ്ങ് പാത്രം എടുക്കുന്നവരെ എടുത്തോണ്ടിരിക്കുക. ബൈ പറ. അപ്പോ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഈ പോരാളി അമ്മ അല്ലെ പോരാളി ചേച്ചി ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അപ്പോഴേ വെട്ടി വിഴുങ്ങണം, എവിടെയും മാണിരിക്കണം. ഇത്രേ എനിക്ക് അറിയത്തുള്ളൂ. ആഹാരം വെച്ചിട്ട് ഒരുമാതിരി ഫോർമാലിറ്റി ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ജോജോയൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അല്ല പിള്ളേരെ, അപ്പോൾ വാ നമുക്കിത് പോയി ഇന്ന് കഴിക്കാം. അപ്പോൾ ഞാനും പൊന്നൂസും കൂടെ പുതിയ വീഡിയോകളുമായി, കുക്കിംഗ് വീഡിയോകളുമായിട്ട് ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ തൽക്കാലം നല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നു. ചൂട് ഉപ്പുമാവും ചൂട് കട്ടനും അടിച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ട് കുടിക്കൂ. ബൈ ബൈ, സീ യു.